ഹലോ ഫ്രണ്ട്സ്, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്നും 50 കിലോമീറ്റർ വടക്കുമാറി അതിപുരാതനവും അതിപ്രശസ്തവുമായ തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്കാണ് എൻ്റെ യാത്ര. ചതുർബാഹു രൂപത്തിൽ ശ്രീ മഹാവിഷ്ണു, ശ്രീരാമ ലക്ഷ്മണ സങ്കല്പത്തിൽ ഭക്തർക്ക് അനുഗ്രഹവും ഐശ്വര്യവും നൽകി വാണരുളുന്ന പുണ്യഭൂമിയാണ് തിരുവില്ലാമല. ഹരിതസുന്ദര ഭൂമിയിൽ പ്രകൃതി ഭംഗിയാൽ മനോഹരമാക്കപ്പെട്ട ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം. ഇതോടൊപ്പം ഹനുമാൻ സ്വാമി, ഗണപതി, ശ്രീ അയ്യപ്പൻ എന്നീ ഉപദേവന്മാരുടെ സാന്നിധ്യവും ഈ ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ കൂതത്താൻ മലയിൽ പുനർജനി ഗുഹ സ്ഥിതി ചെയ്യുന്നു. ഈ ഗുഹയ്ക്ക് 150 മീറ്ററോളം മുകളിൽ നിന്ന് താഴേക്കുള്ള അകലമുണ്ട്. വൃശ്ചിക മാസത്തിൽ ഗുരുവായൂർ ഏകാദശി നാളിലാണ് ഭക്തർ പുനർജനി ഗുഹ മൂഴാനായിട്ട് ഇവിടെ എത്തുന്നത്. പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരം വിശ്വകർമാവാണ് ഈ ഗുഹ നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിലാണ്. തിരുവല്ലാമല ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആനന്ദ സ്കേപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം വിളിച്ചോതുന്ന മഞ്ജുളാൽ ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഭക്തർക്ക് കാണാൻ കഴിയുന്നു. ഗുരുവായൂർ ഏകാദശി ദിവസം ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. യഥാർത്ഥ ഗുരുവായൂരപ്പ ഭക്തന് അന്നേ ദിവസം ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഈ ആലിൽ ദർശിക്കാൻ കഴിയും. അതിനുള്ള പ്രതീകം ഗുരുവായൂരപ്പൻ കാട്ടിക്കൊടുക്കുമെന്നാണ് ഇവിടുത്തെ പഴമക്കാർ പറയുന്നത്. ശ്രീരാമസ്വാമിയുടെ ശ്രീകോവിലിന് പിന്നിലായാണ് ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രം ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് പിന്നിലായി ശ്രീരാമ ഭക്തനായ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമുണ്ട്. കർക്കിടക മാസമായതുകൊണ്ട് ശ്രീരാമലക്ഷ്മണന്മാരെ ഒരുമിച്ച് കണ്ട് ഹനുമാനെയും ഒരുമിച്ച് കണ്ട് തൊഴുവാൻ പറ്റിയ ഒരവസരമാണ് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിലുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രം. കർക്കിടക മാസമായതുകൊണ്ട് ഒത്തിരി ഭക്തർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട്. നാലമ്പല ദർശനത്തോടൊപ്പം തന്നെ വില്വാദ്രിനാഥനെ തൊഴുത് അനുഗ്രഹം വാങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ക്ഷേത്രത്തിന് താഴെ കുണ്ടിലയ്യപ്പൻ ക്ഷേത്രമുണ്ട്. ഒരു അയ്യപ്പ ക്ഷേത്രമാണ്. വളരെ താഴെ കുഴിയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് കുണ്ടിലയ്യപ്പൻ എന്ന് പറയുന്നത്. ഇവിടെ ശ്രീരാമൻ, ഹനുമാനും ലക്ഷ്മണനും ഗണപതിയും അയ്യപ്പനും എല്ലാം ഒന്നിച്ച് പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ്, ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നാണ്.
തിരുവല്ലാമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. വില്വാദ്രിനാഥ ക്ഷേത്രത്തിന് താഴെയായിട്ട് കുണ്ടിലയ്യപ്പൻ എന്ന പേരിൽ അയ്യപ്പ ക്ഷേത്രമുണ്ട്. ധാരാളം ഭക്തജനങ്ങൾ ശ്രീരാമനെയും ഹനുമാനെയും ലക്ഷ്മണനെയും തൊഴുതതിന് ശേഷം അയ്യപ്പനെയും വണങ്ങിയിട്ടാണ് ഇവിടെ ദർശനം പൂർത്തിയാകുന്നത്. വിശാലമായി ഒഴുകുന്ന ഭാരതപ്പുഴ, അതിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന കുത്താമ്പുള്ളി ഗ്രാമം. ഇതോടുകൂടി ഈ വ്ലോഗ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനൽ ആനന്ദ് സ്കേപ്സ് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ഡെസ്റ്റിനേഷനുമായി ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ബൈ.